ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലെ പഴയ മോട്ടോർ വെള്ളം പമ്പ് ചെയ്യുന്നതിന് കൂടുതൽ സമയം എടുക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇത് വീട്ടിലെ പഴയ മോട്ടോർ, 9 വർഷത്തെ പഴക്കം. 1000 ലിറ്ററിന്റെ ടാങ്ക് ഫുള്ളാകാൻ പഴയതിലും കൂടുതൽ സമയമെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പുതിയ ഒരു മോട്ടോറിനെ കുറിച്ച് ചിന്തിച്ചത്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, പുതിയ മോട്ടോറിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ആ പഴയ മോട്ടോർ പുതുപുത്തനാക്കി പഴയ ശക്തിയോടെ മാറ്റിയെടുക്കുവാൻ നിങ്ങൾക്കും കഴിയും. പക്ഷേ ഒരു കണ്ടീഷൻ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടതിന് ശേഷം മാത്രം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു റിപ്പയറിംഗ് അല്ല, മറിച്ച് അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ മുഴുവനായി അഴിച്ചു മാറ്റേണ്ടി വരില്ല. വീഡിയോയിൽ കാണുന്നത് പോലെ ഇമ്പല്ലറിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അഴിച്ചു മാറ്റുന്നത്. ശരിക്കും സമയമെടുത്ത് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഇമ്പല്ലർ ക്ലീനിങ്. ഒരു ഇമ്പല്ലർ ശക്തിയായി കറങ്ങുമ്പോൾ അതിൻ്റെ അറകളിൽ എത്തിച്ചേരുന്ന വെള്ളത്തെയാണ് അത് മുകളിലേക്ക് തള്ളുന്നത്. അറകളിൽ ചളി വന്ന് നിറഞ്ഞാൽ ഇമ്പല്ലറിൻ്റെ പ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നു. അതായത് അത് പുറത്തേക്ക് തള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. അതിനാൽ തന്നെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയില്ല. ഉൾഭാഗം ക്ലീൻ ചെയ്യുവാൻ ഇവിടെ ഒരു പഴയ ഒരു കുടക്കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതേപോലെ തന്നെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇമ്പല്ലർ ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്കൊരു സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് മോട്ടോറിന് ഒരു പുത്തൻ ലുക്കിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാൻ. ഞാൻ ഇവിടെ ഒരു ഗ്രേ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. ഇനി പഴയതുപോലെ മോട്ടോർ നമുക്ക് ഫിറ്റ് ചെയ്യാം. വളരെ കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ വാഷർ കേടായിട്ടുണ്ടെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ റബ്ബറോ ഉപയോഗിച്ച് ഒരു വാഷർ കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായി മോട്ടോറിൻ്റെ പഴയ കപ്പാസിറ്റർ മാറ്റി പുതിയ ഒരെണ്ണം കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി കാണാം മാജിക്. മോട്ടോർ പമ്പിംഗ് ടൈം വളരെ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ചില വീഡിയോകൾ എടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് ബൈ.